വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂരിലേക്ക് ആക്രമണം നടന്ന DF ഓഫീസ് മന്ത്രി സന്ദർശിക്കും. ദീപക് ധർമ്മടം വിവരങ്ങൾ ചെയ്യുന്നു. ദീപക് ധർമ്മടം, ഈ DF ഓഫീസ് സന്ദർശനം മാത്രമാണോ മന്ത്രിയുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ അത് ഒരു വലിയ ഇഷ്യൂ ആയി തന്നെ സർക്കാർ ടേക്കപ്പ് ചെയ്യുന്നു. ദീപക്, അങ്ങനെയാണോ? നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വനം മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവത്തിലാണ്. PV അൻവർ MLA DFO ഓഫീസ് അടഞ്ഞു കിടക്കുമ്പോൾ അതിനു മുമ്പിൽ ഒരു സമരം നടത്തുന്നു, സമരം അക്രമാസക്തമാകുന്നു, ഓഫീസിൽ പൊതുമുതൽ നശിപ്പിച്ചു. അതിനാണ് PDPP ആക്ട് ഉൾപ്പെടെപ്പെടുത്തിക്കൊണ്ട് അൻവറിനെ ഇപ്പോൾ റിമാൻഡിൽ ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് സർക്കാർ ഗൗരവത്തിലെടുക്കുന്നു എന്നുള്ള സന്ദേശം നൽകാൻ തന്നെയാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ടെ പരിപാടികൾ അവസാനിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം നിലമ്പൂരിലെത്തും. നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ വെച്ച് ആദ്യം ഉദ്യോഗസ്ഥരുമായുള്ള ആലോചനാ യോഗം നടക്കും. അതുപോലെ തന്നെ ഈ അക്രമം നടന്ന, സമരം നടന്ന DF ഓഫീസ് സന്ദർശിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറകിൽ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിരിക്കുന്നു. അത് PV അൻവറിൻ്റെ ഈ അക്രമത്തെ, സമരത്തെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വനം മന്ത്രി DF ഓഫീസ് സന്ദർശിക്കാൻ പോവുകയാണ്. അതേസമയം മണിയുടെ കുടുംബത്തെ സന്ദർശിക്കും എന്നുകൂടി ചില വിവരങ്ങൾ വരുന്നു. വനം മന്ത്രി മണിയുടെ കുടുംബത്തെ കാണും. മന്ത്രി എ കെ ശശീന്ദ്രൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തെ കാണും. PV അൻവറിൻ്റെ ആ സമരത്തെ ഹൈലൈറ്റ്, അല്ലെങ്കിൽ DF ഓഫീസ് പ്രശ്നം ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ആ സമരത്തിലേക്കും സമര കാരണങ്ങളിലേക്ക് കൂടി ആ ഹൈലൈറ്റ് പോകുമെങ്കിൽ അത്രയും നല്ലത്.